കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നാണ് ചിന്ത ആരംഭിച്ചത്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി അതാണ് നമ്മുടെ ചിന്താവിഷയം. അതിലെ ഫസ്റ്റ് പാർട്ടായ അബ്രഹാമിനെ കുറിച്ച് ചെറിയൊരു പഠനാർത്ഥമായ ചെറിയൊരു പോർഷൻ ചെയ്തു കഴിഞ്ഞു. ദൈവം തന്നെ വിളിച്ച സമയം മുതൽ വിളിച്ചിറക്കിയ യാത്ര പുറപ്പെട്ട സമയം മുതൽ അബ്രഹാം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് വന്നിട്ട് അവിടെ പുത്രന്മാരോടൊപ്പം താമസിക്കുകയും കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനെ കാത്തിരിക്കുകയും ചെയ്യുന്ന നിത്യതയെക്കുറിച്ചുള്ള പുതിയ മഹത്തായ ഒരു ദർശനം ദൈവം അബ്രഹാമിന് കൊടുക്കുവാനിടയായി. അവിടെയാണ് നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ അബ്രഹാമിൻ്റെ വംശാവലി പഠിച്ചു വരുമ്പോൾ പിൽക്കാലത്ത് ഇസ്രായേൽ ജനം അവിടെ നിന്ന് 14-ാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ഇശായുടെ പുത്രനായി യഹൂദയിലെ ബെത്ലഹേമിൽ എഫ്രാത്തിൽ ഇശായുടെ മക്കളിൽ 8 മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദിനെ ദൈവം ശമൂൽ പ്രവാചകനെ അയച്ച് അഭിഷേകം ചെയ്യുമ്പോൾ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുവാനിടയായി. എന്നാൽ അതിനു മുമ്പുള്ള ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വരികയും ദൈവം മറ്റൊരുവനെ രാജാവായിട്ട് ദൈവം തെരഞ്ഞെടുത്ത രാജാവാണ് ദാവീദ്. എന്നാൽ ഇസ്രായേൽ ജനത്തിന് മറ്റുള്ള ജാതികളെപ്പോലെ അധികാരികളെ അഥവാ രാജാവിനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യർ തെരഞ്ഞെടുത്ത അത് ദൈവം അംഗീകരിച്ച വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ ശൗല് ദൈവത്തിൻ്റെ ആലോചനയെ മറുതലിച്ചുകൊണ്ട് വിരോധമായി പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം ഇസ്രായേലിൽ നിന്ന് ബെത്ലഹേമിൽ എഫ്രാത്തിൽ ഇശായുടെ പുത്രന്മാരിൽ 8 മക്കളിൽ ഒരുവനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു ഇസ്രായേലിൻ്റെ രാജാവായിട്ട്. അങ്ങനെയാണ് ശമൂവേലിനെ അയച്ച്. ശമൂവേലിന് വളരെ ഭയമായിരുന്നു ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് വരാൻ. കാരണം ശമൂവേലിനെ കൊല്ലുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നീ ഒരു യാഗം കഴിക്കാനായിട്ട് പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ യാഗത്തിനായിട്ട് പുറപ്പെട്ടു. അന്ന് യാഗത്തിനായിട്ട് ഇശായിയെ വിളിച്ചു, അവൻ്റെ മക്കളെ വിളിച്ചു. അവരിൽ മൂത്തവരെ തുടങ്ങി അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ ചെയ്യുമ്പോൾ ദൈവം അത് വിലക്കി. എന്നാൽ 7 പേരെയും കഴിഞ്ഞു. എന്നാൽ ഇവരിൽ 3 പേര്, പ്രധാനപ്പെട്ട 3 മക്കൾ, ആദ്യത്തെ 3 മക്കളെല്ലാം ശൗലിൻ്റെ സൈന്യാധിപന്മാരിൽ പെട്ട ആളുകളായിരുന്നു. അവർക്ക് ഗോലിയാത്തിനെ ഒന്നും ജയിക്കാനായിട്ട് കഴിഞ്ഞാൽ ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയെ ഭയപ്പെട്ടിരുന്നവരായിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും, ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ, അബ്രാഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടിനാലാണ് അബ്രാഹാം പുറപ്പെടുന്നത്. എന്നാൽ ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നിരുന്നു. അങ്ങനെ ആത്മാവാണ് ദാവീദിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദാവീദിനെ അഭിഷേകം ചെയ്യുകയും പിന്നത്തെ ഇതിൽ യുദ്ധമുഖത്തേക്ക് ദാവീദിനെ അപ്പൻ പറഞ്ഞയക്കുകയും ജ്യേഷ്ഠന്മാരെ വിശേഷം അന്വേഷിച്ച് വരാൻ പറഞ്ഞയക്കുകയും അവിടെ ചെല്ലുമ്പോൾ ഫിലിസ്തീൻ്റെ ഭീഷണികളെ ഭയന്ന് ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ദാവീദ് ആ വിവരം അന്വേഷിക്കുകയും ആ വിവരം പരസ്യമാകുകയും പ്രസിദ്ധമാകുകയും ശൗൽ രാജാവ് ഈ വിവരം അറിയുകയും ദാവീദ് ഫിലിസ്തീനെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് ആ സാഹചര്യം വന്നെത്തുകയും ദാവീദ് ഇസ്രായേലിൽ
ശൗലിൻ്റെ സൈന്യങ്ങളിൽ പ്രധാനിയായിട്ട് തിരഞ്ഞെടുക്കുകയും പിന്നീട് ദാവീദിന് പ്രോമിസ് ചെയ്തതുപോലെ തൻ്റെ മകൾ മീഖളിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ദാവീദ് പിന്നത്തേതിൽ ദാവീദിനെ കുറിച്ച് ആ ദേശത്തിലെ ഇസ്രായേൽ രാജ്യത്തിലെ സ്ത്രീകൾ ആളുകൾ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നെന്ന് പറഞ്ഞ് ഗാനപ്രതിഗാനം പാടുമ്പോൾ ശൗലിന് അവനോട് അസൂയ തോന്നുകയും പിന്നീട് ദാവീദിനെ കൊല്ലുവാനായിട്ട് പലതവണ തൻ്റെ മകനായ യോനാഥാനോടും ഭൃത്യന്മാരോടും പറഞ്ഞിട്ട്, എന്നാൽ യോനാഥാനും ദാവീദുമായിട്ടുള്ള അവരുടെ ഹൃദയം തമ്മിൽ പറ്റിയിരുന്നത് കൊണ്ട് യോനാഥാൻ പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഭൃത്യന്മാരെ അയച്ച് പല ആവർത്തികൾ ദാവീദിനെ കൊല്ലുവാനായിട്ടുള്ള പദ്ധതികൾ ഒരുക്കുകയും അങ്ങനെ പദ്ധതികൾ പ്ലാൻ ചെയ്തെന്ന് ദാവീദ് അറിയുമ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. പിന്നീട് ദാവീദ് വയലിൽ ഒളിച്ചു. അവിടെ നിന്ന് നാബോത്തിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നീട് അഹിമേലെക്ക് എന്ന് പറഞ്ഞ പുരോഹിതൻ, നബോത്തിൽ അഹിമേലെക്ക് എന്ന് പറഞ്ഞ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് താമസിക്കുകയും അവിടെ നിന്ന് ഫെലിസ്ത്യ പ്രദേശങ്ങളിൽ പോയി താമസിക്കുകയും പിന്നീട് പാരിഖ്യമിലേക്ക് പോവുകയും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് രക്ഷയ്ക്ക് തൻ്റെ പ്രാണരക്ഷാർത്ഥം ഒളിച്ച് താമസിക്കേണ്ട സാഹചര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദാവീദിനെ എത്രയോ ആവർത്തികൾ കൊല്ലുവാനായിട്ട് ശൗല് പദ്ധതികൾ ഒരുക്കി, ഒരു രാജ്യം മുഴുവൻ പദ്ധതികൾ ഒരുക്കുമ്പോഴും ദൈവം അവനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രാണനെ തൊടാൻ ആരെയും ദൈവം സമ്മതിച്ചില്ല. ഇവൻ ശൗലിനെ പോലും ഗുഹാമുഖത്ത് വെച്ച് കൊല്ലുവാനായിട്ടുള്ള സാഹചര്യം ദാവീദിനുണ്ടായിട്ട് പോലും അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രം മാത്രമാണ് മുറിച്ചെടുത്തു വിട്ട്. അതൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ദൈവം യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും ഞാൻ നിനക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ശൗലേ രാജാവേ, ഞാൻ നിനക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തനെ തുടരുതെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിനക്ക് വിരോധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനല്ല എന്ന് പല ആവർത്തി തെളിയിച്ചിട്ടും അത് മനസ്സിലാക്കിയിട്ടും വീണ്ടും ശൗൽ ദാവീദിനെ കൊല്ലുവാൻ പല പദ്ധതികളും തയ്യാറാക്കി. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നതുകൊണ്ടും ദൈവിക പദ്ധതിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായതുകൊണ്ടും ദാവീദിനെ തകർത്ത് കളയാൻ, കൊല്ലുവാൻ, നശിപ്പിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചില്ല. ഒരു രാജ്യം മുഴുവനും, സൈന്യങ്ങൾ മുഴുവനും, ശൗലിൻ്റെ ഭൃത്യന്മാർ മുഴുവനും, ശൗലിൻ്റെ മകൻ യോനാഥാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ തൊടുവാൻ പോലും ദാവീദിനെ തൊടുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതിയായിരുന്നു ദാവീദ്. അതുകൊണ്ട് ആ ദാവീദിൻ്റെ ജീവിത സാഹചര്യങ്ങൾ പല സമയങ്ങളിലും നശിച്ചു പോകേണ്ട, തകർന്നു പോകേണ്ട, കൊല്ലപ്പെടേണ്ട അനവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ നിന്നെല്ലാം ദൈവം അവനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിക്ക് വേണ്ടിയിട്ട്, കാരണം ദാവീദിൽ നിന്ന് അടുത്ത തലമുറയായി 14-ാം തലമുറയായി 28-ാമത്തെ തലമുറയായി ജനിക്കേണ്ട യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഈശായുടെ സന്തതിയിൽ നിന്നൊരു കൊറ്റി മുള പൊട്ടിപ്പുറപ്പെടുമെന്ന പ്രവചനപ്രകാരം, യെശയ്യാ പ്രവചനപ്രകാരം കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന നിവൃത്തീകരണങ്ങളൊക്കെയും സംഭവിക്കത്തക്ക നിലവാരത്തിലേക്ക് ദാവീദിനെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കരുതുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ട് ദാവീദിനെ തൊടുവാൻ, ദാവീദിനെ തകർത്ത് കളയുവാൻ, ഒരു ശത്രുവിന് പോലും ദാവീദിനെ തകർത്തു കളയാൻ സമ്മതിക്കാതെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തൊരു ദൈവം ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിൻ്റെ പല വീഴ്ചകളിൽ പോലും ദൈവം അവനെ ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുകയും പ്രാർത്ഥിക്കുകയും
ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ദാവീദിനെ ദൈവം വിളിച്ച പേര് ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിച്ചത് അബ്രഹാമിനെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം വിളിച്ചത് ദാവീദിനെയാണ്. ഈ ദാവീദിൻ്റെ സന്തതിയായി യേശുക്രിസ്തു ജനിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയിൽപ്പെട്ട കാര്യമായതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവനെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതേത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധികളിലും എത്ര സാഹചര്യങ്ങൾ ശത്രുക്കൾക്ക് അനുകൂലമായിരുന്നെങ്കിൽ പോലും ദാവീദിനെ തൊടുവാൻ സർവശക്തനായ ദൈവം സമ്മതിച്ചില്ല, അനുവദിച്ചില്ല. അങ്ങനെ ദാവീദിനെ അവൻ്റെ ജനനം മുതൽ അവനെ അഭിഷേകം ചെയ്ത സമയം വരെയും അവൻ്റെ അഭിഷേകം ചെയ്ത സമയം മുതൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ കാലക്രമം അവസാനിക്കുന്ന സമയം വരെയും, ദാവീദിൻ വൃദ്ധനായ ശേഷം വരെയും, വൃദ്ധനായ സമയം വരെയും, മരണസമയം വരെയും ദാവീദിനെ തകർത്ത് കളയുവാൻ, ദാവീദിനെ കൊല്ലുവാൻ, ദാവീദിനെ നശിപ്പിക്കുവാൻ ശത്രുവായ പിശാചൊരുക്കിയ തന്ത്രങ്ങളിൽ നിന്ന് സർവശക്തനായ ദൈവം ദാവീദിനെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഇവൻ ദാവീദിൻ്റെ സ്വന്തം മകൻ പോലും ദാവീദിനെ കൊല്ലുവാനായി ഓടിച്ചിട്ടു. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട ചുറ്റുപാടുണ്ടായിട്ടും ദാവീദിനെ ശത്രുക്കളുടെ കൈയാൽ കൊല്ലുവാൻ ദൈവം സമ്മതിച്ചില്ല. അതുപോലെ വാഗ്ദത്തമുള്ളവനായിരുന്നത് കൊണ്ട് ദൈവം അതിനെ അനുവദിക്കാതിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം ശ്രേഷ്ഠകരമായി ദാവീദിനെ നടത്തുകയും ചെയ്തു. നമ്മൾക്ക് ഇതിനകത്തുനിന്നൊരു ഒരു പാഠം നാം പഠിക്കേണ്ടത്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, എത്ര ശത്രുക്കൾ ഒരു രാജ്യം മുഴുവൻ എതിർത്താലും, ഒരു സംഘടന മുഴുവൻ എതിർത്താലും, ഒരു കൂട്ടം മുഴുവൻ എതിർത്തെന്ന് പറഞ്ഞാലും നമ്മെ തൊടുവാൻ സർവശക്തനായ ദൈവം സമ്മതിക്കത്തില്ല. നാം തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ദൈവമുഖം മാത്രം നോക്കി ഓടുക, അധ്വാനിക്കുക. ദാവീദിനെ കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തമായതുകൊണ്ട് ദാവീദിനെ തൊടുവാൻ ദൈവം തകർത്ത് കളയാൻ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ ദാവീദിൻ്റെ ജീവിത ആരംഭം മുതൽ ദാവീദിൻ്റെ ജീവിത അവസാനം വരെയും ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയിൽ എത്തേണ്ടതിന് ദൈവിക സംരക്ഷണ വലയം ദാവീദിൻ്റെ മേൽ ഉണ്ടായിരുന്നു. ദാവീദിനെ കുറിച്ച് എന്തൊക്കെ ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതെല്ലാം ദാവീദ് ചെയ്തെടുക്കുവാനിടയായി. ഈ രണ്ടാമത്തെ പാർട്ടിൽ ദാവീദിനെ കുറിച്ചാണ് നാം ചിന്തിക്കുവാനിടയായത്. ദാവീദിൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. എങ്കിലും അവനെ ദൈവം എന്തുദ്ദേശത്തോടുകൂടെ അവനെ അഭിഷേകം ചെയ്തോ ആ ഉദ്ദേശത്തിലേക്ക് ദാവീദ് രാജാവായിട്ട് ആ രാജ്യം ഭരിക്കുകയും ദൈവം പദ്ധതി പ്ലാൻ ചെയ്ത പ്രകാരം ആ രാജ്യത്തെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ദാവീദിനെ പോലെ ഒരു രാജാവ് പിന്നെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവിക സംരക്ഷണം ദാവീദിൻ്റെ മേൽ ഉണ്ടായിരുന്നു.